भजे देशिकेन्द्रम्। പ്രിയ സുഹൃത്തുക്കൾ, കഴിഞ്ഞ ദിവസം നമ്മൾ മനീഷാ പഞ്ചകത്തിലെ 3-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞത്, വ്യാഖ്യാനിച്ചത്. അതിലെ 2 ശ്ലോകം കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ മുൻ ശ്ലോകങ്ങളിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ വേദാന്തം പഠിക്കുന്നതിന് തന്നെ ഒരധികാരം പറയുന്നുണ്ട്. അതിന് 4 സാമഗ്രികൾ വേണം എന്ന് പറയുന്നുണ്ട്. സാമഗ്രി എന്ന് പറഞ്ഞാൽ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു കർമ്മം സാധിക്കുന്നത്? അതിനെ അതിൻ്റെ സാധനം എന്ന് പറയും. സാധിക്കുന്നത് എന്തുകൊണ്ടോ അതാണ് സാധനം. അപ്പോൾ അവിടെ വേദാന്തം പഠിക്കുന്നതിന് 4 കാര്യങ്ങൾ വേണം. സാധന ചതുഷ്ടയം എന്നാണ് അതിന് പറയുന്നത്. അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, നിത്യാനിത്യ വസ്തുവിവേക. നിത്യാനിത്യ വസ്തുവിവേകം ഉണ്ടായിരിക്കണം. പിന്നെ അതിൽ ഉണ്ടായിരിക്കേണ്ടത് ഇഹ അമുത്രാർത്ഥ ഫലഭോഗവിരാഗ, ശമദമാദി ഷഡ്കസമ്പത്തി, മുമുക്ഷുത്വം. ഈ 4 സാധനങ്ങൾ ഉണ്ടെങ്കിലാണ് വേദാന്ത വിദ്യ അഭ്യസിക്കാൻ കഴിയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് ആദ്യം തന്നെ നിത്യ അനിത്യ വസ്തു വിവേകം വേണം. അപ്പം അത് ഉള്ള ആളെയാണ് ശങ്കര ഭഗവത്പാദരെ, ശ്രീ ശങ്കര ഭഗവത്പാദരെ ആചാര്യനായിട്ട് കാണുന്നത്, ഗുരുവായിട്ട് കാണുന്നത്. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്താണ് അവിടെ പറഞ്ഞത്? ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദി പിപീലികാന്തതനുഷു പ്രോത ജഗത് സാക്ഷിണി സൈവാഹം നതു ദൃശ്യവസ്തുവിധി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാലോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ എന്നാണ്. അപ്പം അതാ ശ്ലോകം നമ്മളതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. അപ്പം തന്നെ അതിലെന്താണ് ആദ്യമേ അതിൽ പറയുന്നത് തന്നെ ഈ വേദാന്ത വിദ്യ അഭ്യസിക്കുന്നതിന് യോഗ്യത ഉണ്ടാകണമെങ്കിൽ അതിന് വേണ്ട 4 ഘടകങ്ങൾ. അല്ല, ആദ്യത്തേത് എന്താണ്? നിത്യ അനിത്യ വസ്തു വിവേകം. ആ നിത്യ അനിത്യ വസ്തു വിവേകം ഉള്ള ആൾ തനിക്ക് ഗുരുവാണ് എന്നാണ് ശ്രീ ശങ്കര ഭഗവത്പാദർ അവിടെ പറഞ്ഞത്. അതാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ ഓരോന്നിൽ കൂടുതൽ കൂടുതൽ സ്ഫുടമായി പ്രകാശിക്കുന്ന ആ നിത്യവസ്തു, ആ പരമാത്മ ചൈതന്യം, ആ ചൈതന്യം തന്നെയാണ് താൻ, ഞാൻ. അഥവാ ഈ ഗുരുത്വം ഉള്ള വിക്രി. അത് ദൃശ്യവസ്തു, ദൃശ്യവസ്തുക്കൾ ഒന്നുമല്ല. അപ്പൊ അതിലെന്തുണ്ട്? ആ പറഞ്ഞതിൽ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. താൻ, ഞാൻ തന്നെ എന്ന് പറയുന്നത് നിത്യമായ വസ്തുവാണ്. ഈ പ്രപഞ്ചത്തിൽ കാണായതായ മറ്റു വസ്തുക്കളെല്ലാം അനിത്യങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് ആർക്കുണ്ടോ ആ ആളാണ് ഗുരു. ആ ആൾ എനിക്ക് ഗുരുവാണ്. അദ്ദേഹത്തെ പറ്റി മറ്റൊന്നും നോക്കാനില്ല. അദ്ദേഹത്തിൻ്റെ കുലം നോക്കേണ്ട കാര്യമില്ല, വർണ്ണം നോക്കേണ്ട കാര്യമില്ല, യാതൊന്നും നോക്കാതെ തന്നെ അങ്ങനെയുള്ള ആളാണ് തനിക്ക് ഗുരു. അപ്പം അതാണ് നമ്മൾ പറയുന്നത്. നിത്യ അനിത്യ വസ്തു വിവേകമാണ് വാസ്തവത്തിൽ അതിൽ ഉള്ളത്, അല്ലേ? അതാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ ക്രമേണ കൂടുതൽ കൂടുതൽ സ്ഫുടതരമായി വരുന്ന ആ ചൈതന്യം, അതാണ് ഞാൻ. അപ്പം അതാണ്, അത് നിത്യവസ്തുവാണ്. അത് ഭിന്നമായിട്ടുള്ളതെല്ലാം അനിത്യവസ്തുവാണ്. അപ്പം നിത്യ അനിത്യ വസ്തു വിവേകമുള്ള ആൾ ആരാണ്? തനിക്ക് ഗുരുവാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നിത്യ അനിത്യ വസ്തു വിവേകം.
രണ്ടാമത്തെ ഘടകം എന്താണ്? ഇഹ അമുത്ര അർത്ഥ ഫലഭോഗ വിരാഗ. ഇഹ എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത്, അമുത്ര എന്ന് പറഞ്ഞാൽ പരലോകത്ത്. ഇഹലോകത്തിലാണെങ്കിലും പരലോകത്തിലാണെങ്കിലും തനിക്ക് അനുഭവിക്കാൻ പോകുന്ന, തനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആ ഫലഭോഗങ്ങളിൽ രാഗമില്ലാതിരിക്കുക, അതിൽ എന്തില്ലാതിരിക്കുക, അതിൽ അഭിനിവേശം ഇല്ലാതിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതായത് ഒരു ഫലത്തിൻ്റെ വാഞ്ച, അഭിനിവേശം നമ്മളിൽ കൂടുതലായി ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് പോലും അത് വിഘാതമായി വരും. അത് നമ്മൾ ഒരു പുരാണ കഥ നോക്കിയാൽ നമുക്കത് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നഹുഷൻ്റെ കഥ. ആ നഹുഷൻ ആരായിരുന്നു? നഹുഷൻ വളരെ നല്ല ഒരു രാജാവായിരുന്നു നഹുഷൻ. അദ്ദേഹം വളരെ 100 യാഗങ്ങൾ ചെയ്തു, അശ്വമേധയാഗങ്ങൾ ചെയ്തു. 100 അശ്വമേധയാഗം ചെയ്താൽ എന്തിന് യോഗ്യത വരും? ദേവേന്ദ്രനാകുവാൻ യോഗ്യത വരും. ദേവേന്ദ്രൻ അവിടെ ഉണ്ട്, ഒരു ദേവേന്ദ്രനുണ്ട്. പക്ഷെ ആ കാലത്ത് ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ദേവേന്ദ്രൻ വൃത്രാസുരനെ നിഗ്രഹിച്ചു. വൃത്രാസുരൻ ഒരു ബ്രാഹ്മണനാണ് ശരിക്കും. ആ ബ്രാഹ്മണനെ നിഗ്രഹിച്ചു. ആസുരമായ പ്രവൃത്തികളൊക്കെ ഉണ്ട്, പക്ഷെ ആളാരാണ്? ബ്രാഹ്മണൻ തന്നെ, രാവണനെ പോലെയാ. രാക്ഷസനാണെങ്കിലും എന്തുണ്ട്? ബ്രാഹ്മണ്യം ഉള്ള ആളാണ്, ഉള്ള രാക്ഷസനാണ് രാവണൻ. അപ്പൊ ഇവിടെ ഈ വൃത്രനെ നിഗ്രഹിച്ചത് കൊണ്ട് ബ്രഹ്മഹത്യാ പാപം ഏറ്റ ബ്രഹ്മാവ് ദേവേന്ദ്രൻ ആ സമയത്ത് എന്ത് ചെയ്തു? മാനസരസിൽ പോയി ഒരു പത്മത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു എന്നാണ്. ദേവേന്ദ്രനെ കാണാതെ ആയപ്പോൾ എല്ലാവരും കൂടി ആ സമയത്ത് നഹുഷനെ ഇന്ദ്രനാക്കി, ദേവേന്ദ്രനാക്കി. നഹുഷൻ 100 യാഗമൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ആളാണ്. ശതമഖനാണല്ലോ ദേവേന്ദ്രൻ. ശതം മഖങ്ങളോട് കൂടിയത്, അഥവാ ശതക്രതു, മഖവാൻ എന്നൊക്കെ ദേവേന്ദ്രന് പര്യായങ്ങളുണ്ട്. അപ്പൊ ആ ദേവേന്ദ്രൻ അങ്ങനെ ഒളിവിലായപ്പോൾ പിന്നെ യോഗ്യതയുള്ള ഒരാൾ നഹുഷനാണ്. ആ നഹുഷനെ അവിടെ അവരെല്ലാവരും കൂടി ദേവേന്ദ്രൻ. ഇവിടെയാണ് നഹുഷന്റെ ആ ശ്രുതി വരുന്നത്, അപകടം വരുന്നത്. നഹുഷനെ തോന്നി താൻ ദേവേന്ദ്രനായപ്പോൾ ദേവേന്ദ്രന് ഏതെല്ലാം സ്ഥാനമാനങ്ങളുണ്ടോ അതൊക്കെ തനിക്കും അർഹതപ്പെട്ടതല്ലേ എന്നൊരു തോന്നല് നഹുഷനുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന എക്സ് ഒഫീഷ്യോ അല്ലേ, പലരും നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരു സ്ഥാപനമാണ്, അതിൻ്റെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ. അപ്പോൾ അവിടെ പലതിൻ്റെ ഹെഡ് മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ആ ഒരു കപ്പാസിറ്റിയിൽ തന്നെ അദ്ദേഹം പല അധികാരങ്ങളുള്ളതാണ്. ഇപ്പോൾ PTA ആണെങ്കിൽ PTA പ്രസിഡന്റ് ആയിരിക്കും. അങ്ങനെ പല സംഗതികളും ഉണ്ടാകും. അപ്പോൾ ഇദ്ദേഹത്തിനൊരു തോന്നല് നഹുഷന്, എങ്ങനെയാണെങ്കിൽ ഇന്ദ്രാണി, ശചി, ദേവേന്ദ്രന്റെ പത്നിയാണ് ഇന്ദ്രാണി, ഇന്ദ്രാണിക്കും താനല്ലേ നാഥൻ എന്നൊരു തോന്നൽ നഹുഷനുണ്ടായപ്പോൾ നഹുഷൻ എന്ത് ചെയ്തു? നഹുഷൻ ഇന്ദ്രാണിയെ സമീപിക്കാൻ തന്നെ നിശ്ചയിച്ചു. അതിനായി അദ്ദേഹം സപ്തർഷികളെ കൊണ്ട് പല്ലക്ക് ചുമപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അവർ പല്ലക്കം ചുമന്നുകൊണ്ട് പോകും. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തായി തീർന്നു? അതിനെ അനുഭവിക്കാനുള്ള ആ വ്യഗ്രത മനസ്സിൽ കൂടിക്കൂടി തിങ്ങി വന്നപ്പോൾ സപ്തർഷികളുടെ മന്ദഗതിയിലുള്ള ഗമനം അദ്ദേഹത്തിന് സഹിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സപ്തർഷികളെ അതിനകത്തിരുന്ന് പല്ലക്കിലിരുന്ന കൊണ്ട് സപ്തർഷികളെ കാലുകൊണ്ട് ചവിട്ടി പ്രേരിപ്പിച്ചു. അതിൽ തന്നെ ഏറ്റവും പൊക്കം കുറഞ്ഞ അഗസ്ത്യന്റെ ഗമനമാണ് പതുക്കെയായത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അഗസ്ത്യന്റെ ചുമലിൽ കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ട് പറഞ്ഞു, സർപ്പ സർപ്പ എന്ന് പറഞ്ഞു. വേഗം സർപ്പണം ചെയ്യുക, വേഗം പോകൂ എന്നാണ് പറഞ്ഞത്. അഗസ്ത്യന് ദേഷ്യം വന്നു. അഗസ്ത്യൻ എന്ത് ചെയ്തു? സർപ്പ സർപ്പ ഇതി വദം സ്ത്വം സർപ്പയേവ ഭവ എന്ന് ശപിച്ചു. സർപ്പ എന്ന് പറയുന്ന നീ സർപ്പമായി തീരൂ എന്ന് പറഞ്ഞ് ശപിച്ചു. അതോടെ എന്തായി തീർന്നു? നഹുഷൻ സർപ്പമായി വധിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ നോക്കുക, ഒരു ഫലത്തിന്റെ പ്രാപ്തിയിലുള്ള ഉത്കടമായ അഭിനിവേശം ലക്ഷ്യപ്രാപ്തിക്ക്
വിഘാതമായി തീരുന്നു എന്നാണ് നമ്മൾ നഹുഷന്റെ ഈ കഥയിൽ കാണുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു കഥ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എവിടെയാണെങ്കിലും ഇപ്പൊ മോക്ഷമാർഗം അന്വേഷിക്കുന്ന ഒരാൾക്കും ആ പ്രാപ്തിയിലുള്ള മോക്ഷപ്രാപ്തിയിലുള്ള അഭിനിവേശം, ഉത്കടമായ അഭിനിവേശം ആ പ്രയാണത്തിന് വിഘാതമായി തീരും. അപ്പൊ അതാണ്, അതുണ്ടാകാൻ പാടില്ല. അത് ഐഹികമായ സുഖങ്ങളിലാണെങ്കിലും പാരലൗകികമായ സുഖങ്ങളിലാണെങ്കിലും അഭിനിവേശം ഉണ്ടാകാതിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ അതിൻ്റെ ഘടകമായി പറയുന്നത്, രണ്ടാമത്തെ ഗുണം. അപ്പൊ അതാണ് ഇവിടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നതും അതിൻ്റെ ഒരു ലാഞ്ചന തന്നെയാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ. രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ബ്രഹ്മൈവാഹം ഇതം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം സർവം ചെയ്തത് അവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം. ബ്രഹ്മം എന്ന് പറയുന്ന ആ പരമമായ സത്യം തന്നെയാണ് എന്തായിരിക്കുന്നത്? പരമമായ സത്യം. ബാക്കിയെല്ലാം എന്താണ്? എൻ്റെ ചിത്തുകൊണ്ട് ഞാൻ സങ്കല്പിച്ചതാണ് എന്ന ബോധ്യം ആർക്കുണ്ടോ ആ ആൾക്ക് എന്താണ്? ആ ആൾക്ക് എന്തുണ്ടാവില്ല? അപ്പോൾ ബ്രഹ്മവും തദ്ഭിന്നമായതെല്ലാം മിഥ്യയാണ്, നമ്മളാൽ സങ്കല്പിതമായതാണ്. അങ്ങനെ വന്നാൽ അതിൽ അഭിനിവേശം ഉണ്ടാവില്ല, അല്ലെ? അതിൻ്റെ സത്യം അറിയുന്ന ആൾക്ക് തോന്നലുണ്ടാകും, പ്രപഞ്ചത്തിന്റെ ഭാനമുണ്ടാകും. അതിന് ഉദാഹരണം നമ്മൾ അവിടെ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ആ ഉദാഹരണം അവിടെ നമ്മൾ പറയുകയുണ്ടായി. എന്താണ്? കാനൽ ജലം അഥവാ മരീചിക. മരീചിക കണ്ട് അത് ജലം പ്രവഹിക്കുന്നതാണ് എന്ന് തോന്നലുള്ള മൃഗം, മൃഗതൃഷ്ണിക എന്നാണ് അതിനെ പറയുന്നത്. മൃഗം അതിൽ ജലം അന്വേഷിച്ച് അതിന് ഓടുകയാണ്, ഓടി ഓടി തളർന്നു പോകും. നേരെ മറിച്ച് അത് മരീചികയാണ് എന്ന് ബോധ്യമുള്ള മനുഷ്യൻ അതിന് പിന്നാലെ പായുകയില്ല. അപ്പൊ അതാണ് ഇവിടെ. അപ്പൊ നമ്മുടെ മനസ്സിന്റെ തോന്നലാണ് അത്, അഥവാ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു തോന്നലാണ് അത് എന്ന് തിരിച്ചറിയുമ്പോൾ അതിൽ അഭിനിവേശം ഇല്ലാതിരിക്കും. അപ്പൊ അവിടെയാണ് അങ്ങനെ പറയുന്ന ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്തുണ്ട്? ഈ പറയുന്ന നിത്യാനിത്യ വസ്തു വിവേകം കൊണ്ട് എന്തുണ്ടാകുന്നു? ഇഹലോകത്തിലും പരലോകത്തിലും അനുഭവിക്കാനിരിക്കുന്ന സുഖഭോഗങ്ങളെ കുറിച്ച് അഭിനിവേശം ഇല്ലാതിരിക്കും. അതിൽ ഉത്കടമായ അഭിനിവേശം അഥവാ താല്പര്യം ഇല്ലാതിരിക്കും. പിന്നെ എന്താണ് മൂന്നാമത്തേത് പറയുന്നത്? ശമദമാതി ഷഡ്കസമ്പത്തി എന്ന്. ശമം, ദമം തുടങ്ങിയ 6 സമ്പത്തുകൾ ഉണ്ടാകണം എന്ന്. എന്താണത്? ശമം, ദമം, ഉപരതി, തിതിക്ഷ, സമാധാനം, ശ്രദ്ധ. ഇത് വേണം. ശമം, ദമം, ഉപരതി, തിതിക്ഷ, സമാധാനം, ശ്രദ്ധ. ഇങ്ങനെ 6 കൂട്ടം ഉണ്ടാവണം. ആ താത്പര്യം തന്നെയാണ് വാസ്തവത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിലും പറയുന്നത്. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോഹോ. ഗുരുവിൻ്റെ വാക്കനുസരിച്ച് ഇത് മനസ്സിലാക്കണം. ഗുരുവാണ് ഉപദേശിക്കുന്നത്. ആ ഉപദേശത്തിലൂടെ എന്താണ്? നശ്വരമേവ വിശ്വമഖിലം, ഇത് എല്ലാം നശ്വരമാണ് എന്ന് ഗുരു പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ ബോധിച്ച് അത് ഉൾക്കൊള്ളണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? അയാൾക്ക് ശരിയായ വിശ്വാസം ഉണ്ടാക്കണം. ആ വിശ്വാസം ഈ പറയുന്ന ശമദമാദികളിലൂടെയാണ് ഉണ്ടാക്കേണ്ടത്. ശമം, ദമം, ഉപരതി, തിതിക്ഷ, സമാധാനം, ശ്രദ്ധ, ഇതെല്ലാം ഇതിന് ആവശ്യമാണ്. അപ്പോ ഈ നിത്യമായ ബ്രഹ്മ, ഇപ്രകാരമുള്ള ബോധ്യത്തോടുകൂടി നിത്യം ബ്രഹ്മ നിരന്തരം വിമൃശത നിർവ്യാജ ശാന്താത്മന, ബ്രഹ്മത്തെ ഇപ്രകാരം, ഈ കാണായതെല്ലാം നശ്വരമാണെന്നും ബ്രഹ്മമാണ് അനശ്വരമെന്നും ഗുരു പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ബ്രഹ്മത്തെ നിരന്തരമായി വിമർശിക്കണമെങ്കിൽ, അതിനെ അന്വേഷിക്കണമെങ്കിൽ ശമദമാദികളായ സമ്പത്ത് ആവശ്യമാണ്. ഈ 6 എണ്ണത്തിന്റെ സമ്പത്ത് ആവശ്യമാണ്. എന്താണ് അപ്പോൾ ഈ ശമദമാദികൾ എന്നാണ്? ശമദമാദി
ഷഡ്കസമ്പത്തി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ശങ്കര ഭഗവത്പാദർ തന്നെ വിവേക ചൂടാമണി എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. എന്താണ് ശമം എന്ന് പറയുന്നത്? നമുക്കറിയാവുന്നതാണ് ശമം. പക്ഷെ അദ്ദേഹം അതിനൊരു നിർവചനം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വിരജ്യ വിഷയവ്രാത ദോഷദൃഷ്ട്യ മുഹുർമുഹു സ്വലക്ഷ്യെ നിയതാവസ്ഥ മനസ ശമ ഉച്ച. ശമം എന്ന് പറയുന്നത് മനസ്സിന്റെ നിയന്ത്രണം, മനോനിയന്ത്രണമാണ്. എങ്ങനെയാണ് വേണ്ടത്? വിരജ്യ വ്രാതം എന്താണ്? സമൂഹം, വിഷയ സമൂഹം. അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതൊക്കെയുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ തർപ്പണം ചെയ്യുന്ന പഞ്ചേന്ദ്രിയ തർപ്പണങ്ങളായിട്ടുള്ള വിഷയങ്ങൾ. തർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? തൃപ്തിപ്പെടുത്തുക എന്നാണ്. നമ്മൾ തർപ്പണം, പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാന്നൊക്കെ പറയും. തർപ്പണം എന്ന വാക്കിനർത്ഥം തൃപ്തിപ്പെടുത്തൽ എന്നാണ്. അപ്പൊ നമ്മുടെ പഞ്ചേന്ദ്രിയ തർപ്പണം എന്താണ്? പഞ്ചേന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന എന്താണ്? നല്ല രൂപം കാണുമ്പോൾ കണ്ണിന് തൃപ്തിയായി. നല്ല രൂപം നേത്ര തർപ്പണമാണ്. നല്ല സ്വരം കേൾക്കുമ്പോൾ കാതിന് തൃപ്തിയാണ്. അപ്പൊ നല്ല സ്വരം എന്താണ്? കർണതർപ്പണമാണ്. നല്ല ഗന്ധം വരുമ്പോൾ മൂക്കിന് തൃപ്തിയാണ്. അപ്പൊ നല്ല ഗന്ധം എന്താണ്? ഘ്രാണതർപ്പണമാണ്. നല്ല രുചി നാക്കിന് തൃപ്തി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നല്ല രുചി എന്താണ്? രസനാതർപ്പണമാണ്, ജിഹ്വാതർപ്പണമാണ്, അല്ലേ? പിന്നെ എന്താണ്? ത്വക്ക്, സുഖസ്പർശങ്ങളായിട്ടുള്ള എല്ലാം എന്താണ്? ത്വക് തർപ്പണമാണ്, ത്വക്കിന്റെ തർപ്പണമാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സാധാരണ അന്വേഷിക്കുന്നത്. നല്ല രൂപങ്ങൾ എവിടെ കാണാൻ പറ്റും? നല്ല സ്വരം, നല്ല പാട്ട്, ഇതെവിടെ നമുക്ക് കിട്ടും? രുചിയുള്ള ഭക്ഷണം എങ്ങനെ കിട്ടും? ഇതൊക്കെയാണ് നമുക്ക് സാധാരണയായിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ മനസ്സ് ഇതെല്ലാം കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ വ്യഗ്രത കൊണ്ട് നടക്കുക. അപ്പോ അതിൻ്റെയും നശ്വരതയെ കുറിച്ച് ബോധ്യപ്പെട്ടിട്ട് എന്താണ്? അതാണ് വിരജ്യ വിഷയവ്രാതാത്. വിഷയക്കൂട്ടത്തിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യണം? എങ്ങനെയാണ്? ദോഷദൃഷ്ട്യ, അത് ദോഷമാണ്. നമ്മുടെ ശരിയായ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് വിഘാതമാണിതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കാം, അല്ലേ? ഇപ്പോ ഒരു കുട്ടി, പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടി, അതിനിടയ്ക്ക് എന്താണ്? പാട്ടും കേട്ടുകൊണ്ട് അങ്ങനെ ഇരുന്നാൽ എന്താവും? പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ള ലക്ഷ്യം നടക്കാണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ടങ്ങ് ചിലപ്പോൾ അങ്ങനെ ഇരുന്നങ്ങ് പോവും കണ്ടുകൊണ്ട്. അപ്പോ ഈ ദോഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വ്യാവർത്തിപ്പിക്കുന്നതാണ് ശമം എന്ന് പറയുന്നത്. മനസ്സിനെ നിഗ്രഹിക്കുക, നിശേഷണം ഗ്രഹിക്കുക, പിടിച്ചു നിർത്തുക, ഇതിനെയാണ് ശമം എന്ന് പറയുന്നത്. അത് വിട്ടുപോകാതിരിക്കാൻ എന്ത് വേണം? അത് ദോഷദൃഷ്ടിയാണ്, അത് ദോഷം നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതിലേക്ക് തിരിച്ചു പോകില്ല. അങ്ങനെയുള്ളതാണ് എന്താണ്? ശമം എന്ന് പറയുന്നത്. ദമം എന്ന് പറയുന്നത് എന്താണ്? വിഷയേഭ്യ പരാവൃത്യ സ്ഥാപനം സ്വസ്വഗോളകേ ഉഭയേഷാം ഇന്ദ്രിയാണാം സദമ പരികീർത്തിത. വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ, 10 ഇന്ദ്രിയങ്ങളെ, 5 ഇന്ദ്രിയങ്ങളെ അല്ല, 10 ഇന്ദ്രിയങ്ങളെ. 10 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? 5 ഇന്ദ്രിയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചക്ഷുശ്രോത്രാദികളൊക്കെ, അല്ലേ? കണ്ണ്, മൂക്ക്, ഇതൊക്കെ 5 ഇന്ദ്രിയങ്ങൾ. 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥ. വാക്ക് എന്തിനുള്ളതാണ്? ആശയവിനിമയത്തിലുള്ളതാണ് വാക്ക്, സംസാരിക്കാനുള്ളതാണ് വാക്ക്. പാണി ദാനാദാനങ്ങൾക്കുള്ളതാണ്, ദാനം ചെയ്യുക, കൊടുക്കുക, വാങ്ങുക, കൊടുക്കൽ വാങ്ങലുകൾക്കാണ് പാണി. പാദം ഗമനാഗമനങ്ങൾക്കുള്ളതാണ്, പോക്കുവരവിനുള്ളതാണ് പാദം. വായു വിസർജനേന്ദ്രിയമാണ്. വിസർജനത്തിന്റെ എല്ലാ ഘടകങ്ങളും വായുവിൽ അന്തർഭവിക്കുന്നു. അത് ചിലയിടത്ത് തെറ്റിച്ച് പറയാറുണ്ട്. ഇവൻ നമ്മുടെ നാരായണീയത്തിന്റെ തന്നെ വനമാല വ്യാഖ്യാനത്തിൽ പോലും വായുവിനെയും ഉപസ്ഥത്തെയും അല്പം തെറ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം വായു എന്നുള്ള വിസർജനമാണ്. മലവിസർജനം, മൂത്രവിസർജനം, പിന്നെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിസർജനമുണ്ട്. അതെന്താണ്? അത് വിയർപ്പാണ്. എപ്പോഴും നമ്മുടെ ശരീരം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വിയർത്തുകൊണ്ടേ ഇരിക്കും. അതില്ലാണ്ടാവുമ്പോൾ നമ്മൾ നിന്നു പോകും, അല്ലേ? കാറിന്റെ എന്താണ് പുകക്കുഴല്
അതിനെപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ ശക്തമായിട്ട് അടച്ചു പിടിച്ചാൽ എഞ്ചിൻ ഓഫായി പോകും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് എപ്പോഴും എന്തുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഈ വിസർജനം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ചെറിയ തോതിലാവും, ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ ഇതെല്ലാം പായുവാണ്. ചിലർ പറയുന്നത് പായു മലവിസർജനവും ഉപസ്ഥം മൂത്രവിസർജനവും എന്ന് വലിയ അപകടം വരും. കാരണം ഉപസ്ഥം എന്തിനുള്ളതാണ്? അത് പ്രജനനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, റീപ്രൊഡക്ഷൻ. നിസ്സാരമൊന്നും അല്ല അത്. നമ്മൾ പലപ്പോഴും ലൈംഗികതയെ ഒരല്പം അകലത്തോടു കൂടിയിട്ട് ഒരു അസ്പൃശ്യത നമ്മൾ കൽപ്പിക്കാറുണ്ട്. പ്രപഞ്ചം നിലനിൽക്കുന്ന അതിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അതാണ്. അതുകൊണ്ടാണ് ഉപദേശത്ത് ഇല്ലേ, ആചാര്യന്മാര് ശിഷ്യന്മാരെ ഉപദേശിക്കുമ്പോൾ എന്താണ് ഉപദേശിക്കുന്നത്? സത്യം വദ, ധർമ്മം ചര, ഇതൊക്കെ പറയുന്നുണ്ട്. അതിഥി ദേവോഭവ, മാതൃദേവോഭവ, ഇതൊക്കെ പറയുന്നുണ്ട്. അവസാനം പിന്നെ പറയുന്നത് എന്താണ്? നീ ഗുരുവിന് അർഹമായ ദക്ഷിണ നൽകി നീ വിവാഹം ചെയ്ത് പ്രജാസന്തതിയെ വിച്ഛേദിക്കാതിരിക്കണം. പ്രജയെ വിച്ഛേദിക്കാതിരിക്കണം, സന്തതിയെ വിച്ഛേദിക്കാതിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് വിച്ഛേദിക്കാതിരിക്കണമെങ്കിൽ അതിനുള്ള ഇന്ദ്രിയം എന്താണ്? ഉപസ്ഥം, പാവനമായ ഒരു ഇന്ദ്രിയം തന്നെയാണ്, കർമ്മേന്ദ്രിയം തന്നെയാണ് അത് പ്രജനനത്തിനുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആ പേര് തന്നെ ഉപസ്ഥം എന്നാണ്. ഇണയോട് ഏറ്റവും സമീപം, ഏറ്റവും അടുത്തു വരുന്നത് ഏതാണ്? ഉപതിഷ്ഠതി ഇത് ഉപസ്ഥം. ഉപസ്ഥിതി ചെയ്യുന്നതാണ് ഉപസ്ഥം. സമീപം, ഏറ്റവും ഇണയോടടുക്കുന്നത് ഉപസ്ഥമാണ്. അപ്പൊ അത് എന്തിനല്ല? അത് മൂത്രവിസർജനത്തിനുള്ളതല്ല. അതെന്താണ്? അത് റീപ്രൊഡക്ഷൻ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചിലരൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവമല്ല, പലയിടത്തും അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ കേൾക്കാറുണ്ട്. ഈ 10 ഇന്ദ്രിയങ്ങളെയും എന്ത് ചെയ്യണം? അതിനെ വേണ്ടതുപോലെ നിയന്ത്രിച്ച് അതതിൻ്റെ എന്തിൽ നിർത്തണം? അതതിൻ്റെ മണ്ഡലത്തിൽ മാത്രം, ധർമ്മ്യമായ മണ്ഡലത്തിൽ മാത്രം അതിനെ നിർത്തണം. അതിനെയാണ് എന്ത് പറയുന്നത്? അതിനെയാണ് ദമം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിന്റെ നിയന്ത്രണത്തെ ശമമെന്നും ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തെ ദമമെന്നും പറയുന്നു. ഇതാണ് ശമദമം. പിന്നെ എന്താണ്? ഉപരതി എന്താണ്? ബാഹ്യ അനാലംബനം വൃത്തേഹേ ഏഷാ ഉപരതിരുത്തമ. വൃത്തേഹേ ബാഹ്യ അനാലംബനം, അതായത് മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തി ബാഹ്യ അനാലംബനമാവുക. ബാഹ്യ അനാലംബനമാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ധ്യേയ വിഷയങ്ങൾ അഥവാ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള വിഷയങ്ങൾ, അതിൽ നിന്ന് വ്യതിരിക്തമായ പുറമേയുള്ള വിഷയങ്ങളിൽ വ്യാപരിക്കാതെ ഇരിക്കുന്നതിനെയാണ് ഉപരതി എന്ന് പറയുന്നത്. പിന്നെ തിതിക്ഷ. നമ്മൾ യോഗ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, യോഗയിൽ നമ്മൾ എന്ത് പറയാറുണ്ട്? ആസനം എന്നൊരു ഇത് പറയുന്നുണ്ട് അല്ലേ? യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധൃതി ധാരണ സമാധി നമ്മൾ പറയാം. ഇതിൽ നമ്മുടെ ആസനം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആസനം എന്ന് പറയുന്നത് എന്താണ്? സുഖമായിട്ടുള്ള ഇരിപ്പാണ്. ശാന്തമായിട്ട് സുഖമായി സ്വസ്ഥമായിട്ട് ഇരിക്കുന്നതാണ്. ആ ഇരിപ്പ് എന്ന് പറഞ്ഞാൽ അത് വെറും ഇരിപ്പ് മാത്രമല്ല. അങ്ങനെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സ് ഏകാഗ്രമായിട്ട് ഇരിക്കണം. ഏകാഗ്രമായി ഇരിക്കുന്നത് മാത്രമല്ല, അവിടെ വലിയ സഹിഷ്ണുതയും അവിടെ ആവശ്യമാണ്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തായി തീർന്നു? ചൂട്, നല്ല ചൂട്, അപ്പം വയ്യ, നമ്മളാകെ ആ ഇരിപ്പിൽ നമ്മൾ ഇളകി. അത് പാടില്ല. ചൂടാവും, ചിലപ്പോൾ തണുപ്പാവും, ചിലപ്പോൾ സുഖമാവും, ചിലപ്പോൾ ദുഃഖമാവും, പലതും ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ സ്തുതിക്കുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ നമ്മളെ നിന്ദിക്കുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ ഉണ്ടായാലും അതിലൊന്നും യാതൊരു മാറ്റവും വരാതെയുള്ള ഇരിപ്പാണ് അവിടെ ആസനം എന്ന് പറയുന്നത്, ഇരിപ്പ് എന്ന് പറയുന്നത്. അതിന് സമാനമാണ് ഇവിടെ പറയുന്ന തിതിക്ഷ. തിതിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്യജിക്കാനുള്ള ഇച്ഛയാണ് ശരിക്കും തിതിക്ഷ എന്ന് പറയാം. ത്യക്തും ഇച്ഛ, തിതിക്ഷ.
അപ്പൊ ത്യജിക്കുന്നത് എന്താണ്? സുഖമായിക്കൊള്ളട്ടെ ദുഃഖമായിക്കൊള്ളട്ടെ, അതിനെന്തില്ലാതിരിക്കുക, അതിൽ നമ്മുടെ മനസ്സ് പതറാതിരിക്കുക, അതിൽ നമ്മൾ താല്പര്യമില്ലാത്തവരായിരിക്കുക. അതാണ് ഇവിടെ പറയുന്ന തിദിക്ഷ. അപ്പൊ അവിടെ പറയുന്ന ആസനത്തിന് ഏതാണ്ട് തുല്യമാണിത്. അതാണ് തിദിക്ഷയെ പറയുകയാണ്, സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിദിക്ഷ നിഗദ്യതേ. സഹനം സർവദുഃഖാനാം, എല്ലാ ദുഃഖങ്ങളെയും സഹിക്കുക, അപ്രതീകാരപൂർവകം, അതിന് പ്രതികാരം ചെയ്യാതിരിക്കുക. പ്രതികാരം ചെയ്യാതിരിക്കുക, ദുഃഖം വന്നാൽ അതിനെ മാറ്റാനുള്ള ശ്രമം ചെയ്യുക, അതാണ് പ്രതികാരം, പ്രതിപ്രവർത്തനം നടത്തുക. സുഖം വന്നാൽ അതിലങ്ങ് മതിമറന്ന് തുള്ളിച്ചാടി നടക്കുക, അതും അതിനോടുള്ള പ്രതികാരമാണ്, പ്രതിപ്രവർത്തനം എന്ന അർത്ഥമാണ്. അല്ലാതെ നമ്മൾ സാധാരണ പറയുന്ന റിവഞ്ച് എന്നുള്ള അർത്ഥമല്ല അവിടെ പ്രതികാരം എന്നുള്ളത്. ഒന്നിനോടും പ്രതികരിക്കാതിരിക്കുക, സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നിന്ദയാണെങ്കിലും സ്തുതിയാണെങ്കിലും എന്താണെങ്കിലും അതിനോട് പ്രതികരിക്കാതിരിക്കുക, അതാണ് പ്രതീകാരം എന്ന് പറയുന്നത്. അപ്രതീകാരം. അപ്പോ സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം, അതിൽ ചിന്തയുമില്ല, അതിനെക്കുറിച്ച് വിലാപവും ഇല്ല. അതിനാണ് എന്ത് പറയുന്നത്? തിദിക്ഷ എന്ന് പറയുന്നത്. ഇനി ശാസ്ത്രം, ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ സാ ശ്രദ്ധ കഥിതാ സദ്ഭിർ യയാ വസ്തു ഉപലഭ്യത. ശാസ്ത്രവും ഗുരുവാക്യവും സത്യമാണെന്നുള്ള ഉറച്ച വിശ്വാസം. അപ്പൊ വിശ്വാസത്തെയാണ് എന്ത് പറയുന്നത്? ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധ എന്ന നമ്മൾ സാധാരണ പറയുന്ന അർത്ഥത്തിലല്ല ശ്രദ്ധ. ശ്രദ്ധ എന്താണ്? ബോധ്യമാണ്, വിശ്വാസമാണ്. അങ്ങനെ വിശ്വാസം, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഗുരുവിന്റെ വാക്കിലൂടെ എന്താകണം? ഇതിനെക്കുറിച്ചുള്ള, പ്രപഞ്ചത്തിന്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. അതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്നതായ ശ്രദ്ധ ഉണ്ടാകണം. ഗുരു പറയുന്നത് ബോധ്യം വരണം, വന്നിരിക്കണം എന്നർത്ഥം ശ്രദ്ധ. പിന്നെ സമാധാനം എന്ന് പറയുന്നത് എന്താണ്? സമ്യഗാസ്ഥാപനം ബുദ്ധേഹേ ശുദ്ധേ ബ്രഹ്മണി സർവദാ തത് സമാധാനമിത്യുക്തം അത് ചിത്തസ്യ ലാലനം. സമാധാനം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പീസ് എന്ന അർത്ഥമാണ് നമ്മൾ എടുക്കാറ്, സമാധാനം. സമാധാനം അതല്ല. സമാധാനം എന്ന് പറയുന്നത് എന്താണ്? സമ്യക് കോൺസെൻട്രേഷനാണ്. സമ്യക് ആസ്ഥാപനം, നന്നായി ഉറപ്പിച്ചു നിർത്തുക. ബുദ്ധേഹേ, ബുദ്ധിയെ നന്നായി ഉറപ്പിച്ചു നിർത്തുക. എവിടെ? ധ്യേയ വസ്തുവിൽ ബുദ്ധിയെ ഉറപ്പിക്കുക. അതാണ് സമാധാനം എന്ന് പറയുന്നത്. ആധാനം കോൺസെൻട്രേഷനാണ്. ഗർഭാധാനം എന്നൊരു സംസ്കാരമുണ്ട്. ഗർഭാധാനം എന്താണ്? ഗർഭാധാനം ശിശുവിനെ അമ്മയുടെ ഉദരത്തിൽ ശ്രദ്ധയോടുകൂടിയിട്ട് അവിടെ നിക്ഷേപിക്കുന്ന കർമ്മത്തെയാണ് ഗർഭ ആധാനം എന്ന് പറയുന്നത്. ആ ആധാനം തന്നെയാണ് സമ്യക് ആധാനം. അപ്പൊ ആ സമാധാനം എന്തല്ല? സമാധാനം നമ്മൾ സാധാരണ പറയുന്ന അർത്ഥത്തിലുള്ള പീസ് എന്ന് പറയുന്നതല്ല. സമാധാനം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ. അതുകൊണ്ടാണ് നമ്മൾ പുണ്യാഹം ഉണ്ടാക്കുമ്പോൾ പുണ്യാഹ മന്ത്രത്തിൽ ആദ്യം തന്നെ എന്താണ് പറയുന്നത്? ആദ്യം തന്നെ പുണ്യാഹ മന്ത്രത്തിന്റെ ഏറ്റവും ആദ്യത്തെ മന്ത്രം തന്നെ എങ്ങനെയാണ്? ഓം മനസ്സമാധീയത. എല്ലാവരും മനസ്സിനെ ഇവിടേക്ക് കേന്ദ്രീകരിക്കൂ എന്നാണ് പറഞ്ഞത്. നേതൃത്വം കൊടുക്കുന്ന ആള് 4-5 പേര് കൂടിയിട്ട് എന്താണ് ഈ പുണ്യാഹം ഉണ്ടാക്കുമ്പോൾ ആ 4 പേര് ആ പാത്രം എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, ജലം പാത്രം. അപ്പൊ നേതൃത്വം കൊടുക്കുന്ന ആൾ എന്താണ്? ഓം മനസ്സമാധീയത. നിങ്ങൾ എല്ലാവരും ഇതിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുന്ന. അപ്പൊ അവരെന്താണ് പറയുന്നത്? സമാഹിത മനസ്സഹ സ്മഹ. ഞങ്ങളിതാ സമാഹിത മനസ്സുകളായിരിക്കും, സമാഹിത മനസ്സുകൾ ആയിരിക്കുന്നു. ഞങ്ങൾ മനസ്സ് ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ആധാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബുദ്ധിയെ ധ്യേയ വസ്തുവിൽ സമ്യക്കായി ആധാനം ചെയ്യുക, അതാണ് സമാധാനം. നതു ചിത്തസ്യലാലനം. ചിത്തം അതിനിഷ്ടപ്പെട്ട വിഷയങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള
ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകണം. അതിന്റെ താത്പര്യാർത്ഥവും കൂടിയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. യാതിര്യം നരദേവതാഭിരഹമിത്യന്തസ്ഫുടാഗൃഹ്യതേ യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാ ഭാന്തി സ്വതോ അചേതനാഃ താം ഭാസ്യൈഃ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗീ നിർവൃതമാനസോ ഹി ഗുരുരിത്യഷാ മനീഷാ മമ. വീണ്ടും പറയുകയാണ്, ഇങ്ങനെയുള്ള മഹാനുഭാവനാണ് എൻ്റെ ഗുരു, എനിക്ക്. ആ മഹാനുഭാവൻ എന്തല്ല, മറ്റ് യാതൊരു പരിഗണനയും അതില് ഇല്ല. അദ്ദേഹം ആരായിക്കൊള്ളട്ടെ, വിപ്രോസ്തു ചണ്ഡാലോസ്തു യക്കോപി അസ്തു, ആരും ആയിക്കൊള്ളട്ടെ. നമുക്ക് ഈ ഛാന്തോഗ്യോപനിഷത്തില് ഒരു ഭാഗത്ത് കാണാം. ഛാന്തോഗ്യോപനിഷത്ത് നമുക്കറിയാലോ, ആരാണ്? ശ്വേതകേതു. ശ്വേതകേതു 12 വയസ്സുള്ളപ്പോഴാണ് വിദ്യ അഭ്യസിക്കാൻ പോയത്. 12 കൊല്ലം വേദം പഠിച്ചു. 12 24 വയസ്സായപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് വന്ന വേദങ്ങളൊക്കെ പഠിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ശ്വേതകേതു എന്തായി തീർന്നു? വിദ്യാഭ്യാസം ചെയ്ത ആൾക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങളുടെ നേരെ എതിരായിട്ടുള്ള ഗുണങ്ങളാണ് ശ്വേതകേതുവിന് ഉണ്ടായത്. അപ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നത്, ശ്വേതകേതോ കിമിവ കിമിതിത്വം ഊചാനഹ അപി അനൂചാനഹ ഇവ ദൃശ്യത. എന്താണ് ശ്വേതകേതോ? ത്വം ഊചാനഹ അപി അനൂചാനഹ ഇവ ദൃശ്യസേ. നീ കാണപ്പെടുന്നു. എങ്ങനെ? അനൂചാനനാണ് നീ, അല്ലേ? നീ അനൂചാനൻ ആണെങ്കിലും അനനൂചാനഹ ഇവ. അനൂചാനഹ അപി അനനൂചാനഹ. എന്താണ് അനൂചാനഹ എന്ന് പറഞ്ഞാൽ? ഗുരുവിനോടൊപ്പം വേദമന്ത്രങ്ങൾ തെറ്റുകൂടാതെ ചൊല്ലാൻ പറ്റിയ ആളാണ് അനൂചാനഹ എന്ന് പറയുന്നത്. യോ അനൂചാനഹ സനോ മഹാൻ, യോ അനൂചാനഹ സനോ മഹാൻ എന്ന് നമ്മുടെ ധ്യേയവാക്യം കാണാം. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗുരുവായൂർ ക്യാമ്പസ് ഉണ്ടവിടെ. കുട്ടികൾക്ക് സംസ്കൃതം പഠിക്കുന്നതിന് വളരെയേറെ സാധ്യതയുള്ള ഒരു സ്ഥാപനമാണ് കേരളത്തിലുള്ളത്. ഏറ്റവും നല്ല സ്ഥാപനമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃതത്തിന്റെ ഗുരുവായൂർ ക്യാമ്പസ് പൊറങ്ങാട്ടുകരയിൽ ഉണ്ട് ആ സ്ഥാപനം. അവരുടെ ധ്യേയവാക്യം കാണാം, യോ അനൂചാനഹ സനോ മഹാൻ. അനൂചാനനായിട്ടുള്ള ആളാണ് നമുക്ക് മഹാനായിരിക്കുന്നത്. അപ്പൊ വേദമന്ത്രങ്ങളെ ഗുരുവിനോടൊപ്പം ചൊല്ലിയാൽ എന്താവില്ല, ഒരക്ഷരം പിഴയ്ക്കാതെ കൃത്യമായി ചൊല്ലുന്നവനാണ് അനൂചാനൻ. അങ്ങനെയൊക്കെ വേദം പഠിച്ച നീ എന്താണ് ശ്വേതകേതു അങ്ങനെ അല്ലാത്തതുപോലെ തോന്നുന്നത്? അങ്ങനെയുള്ള ആൾ എന്തായിരിക്കണം? ശരിയായി ഏറ്റവും വിനയാവനത ശീർഷനായിട്ടിരിക്കണം. വിനയം കൊണ്ട് നമ്രശിരസ്കനായിരിക്കണം. ശ്വേതകേതു എന്താണ്? ഞാൻ വേദമൊക്കെ പഠിച്ച ആളാണല്ലോ എന്ന മട്ടിൽ വലിയ അഹങ്കാരിയായിട്ടാണ് കണ്ടത് ശ്വേതകേതു. ഇപ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നത്, എന്താണ് നീ ഇതൊക്കെ പഠിച്ചിട്ടും എന്താണ് പഠിക്കാത്തവനെ പോലെ ഇരിക്കുന്നത്? അപ്പോ എന്താണ്, ശരിയായിട്ട് ഒന്നിനെ മനസ്സിലാക്കിയാൽ എല്ലാം മനസ്സിലായതായി നമുക്ക് അനുഭവപ്പെടും, അഥവാ എല്ലാം മനസ്സിലാകും. അങ്ങനെയുള്ള വിദ്യ നിനക്ക് കിട്ടിയിട്ടുണ്ടോ ചോദിക്കുന്നു. അതാണ് ഈ ആത്മവിദ്യ എന്ന് പറയുന്നത്. അത് ശ്വേതകേതു പറഞ്ഞു. അതെന്റെ അധ്യാപകന്മാർക്ക് അറിഞ്ഞുകൂടാ, അവരെനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് ശ്വേതകേതു പറഞ്ഞു. അധ്യാപകന്മാർക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ എന്തിനാണ്? അല്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ അങ്ങോട്ട് പറഞ്ഞുകൂടെ? അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്രം ശ്വേതകേതു പറഞ്ഞതാണ്. പോട്ടെ, അവിടെ ഗുരുനാഥൻ ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. കൊടുക്കുമ്പോഴാണ് അഗ്നിവിദ്യയെക്കുറിച്ച് ഉപദേശിക്കേണ്ടി വരുന്നത്. അവിടെ വരുമ്പോൾ എന്താണ്, അത് അറിഞ്ഞുകൂടാ. ഉദ്ദാലകൻ, ശ്വേതകേതുവിന്റെ അച്ഛനായിട്ടുള്ള ഉദ്ദാലകന് പോലും അറിഞ്ഞുകൂടാ. അപ്പൊ അവരെന്ത് ചെയ്തു? അദ്ദേഹം അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. എന്നിട്ടും കിട്ടാതെയാകുമ്പോൾ, ബ്രാഹ്മണരിലെല്ലാം അന്വേഷിച്ചിട്ടും കിട്ടാതെയാകുമ്പോൾ പിന്നെ പോകുന്നത് എവിടേക്കാണ്? കേകയ രാജാവിന്റെ അടുത്തേക്കാണ്, ക്ഷത്രിയന്റെ അടുത്തേക്കാണ്. രാജാവ് ചോദിക്കുന്നു, നിങ്ങൾ ബ്രാഹ്മണർ ക്ഷത്രിയന്റെ അടുത്താണോ പഠിക്കാൻ പറ്റുന്നത്? എവിടെയാണ് വിദ്യയുള്ളത്? അവിടെ നിന്നാണത് അഭ്യസിക്കുന്നത്. അദ്ദേഹം അവരെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ്. അപ്പൊ ബ്രാഹ്മണൻ തന്നെ എവിടെ പോകുന്നു? ക്ഷത്രിയന്റെ അടുത്ത് പോകുന്നു. അതവിടെ കാണുന്നു. ഇനി ക്ഷത്രിയന്റെ അടുത്ത് ലഭ്യമല്ലെങ്കിൽ, വൈശ്യന്റെ അടുത്ത് ലഭ്യമാണെങ്കിൽ അവിടെ എവിടെയും ആകട്ടെ. അതാണ് ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. അറിവ്
ആരിലുണ്ടോ അവരാണ് എനിക്ക് ഗുരു, അവരൊക്കെയാണ് എനിക്ക് ഗുരുക്കന്മാർ. അതാണ് യാ തിര്യങ് നവ തിര്യങ് നരദേവതാഭിഹി അഹമിത്യന്തസ്ഫുടാ ഗൃഹ്യതേ യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാ ഭാന്തിസ്വതോ അചേതനാഃ താം ഭാസ്യൈഃ പിഹിതർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗി നിർവൃതമാനസോ ഹി ഗുരുരിത്യഷാ മനീഷാ മമ. ആരാണ് എൻ്റെ ഗുരു? ആരാണ് എനിക്ക്? യോഗി നിർവൃതമാനസഃ ഗുരുഹു ഇതി ഏഷാ മനീഷാ മമ. നിർവൃതമാനസനായ യോഗി തന്നെയാണ് എനിക്ക് ഗുരു എന്നാണ്. ഇതി ഏഷാ മനീഷാ മമ എന്നതാണ് എൻ്റെ മനസ്സിൻ്റെ ഉത്തമമായ ബോധ്യം എന്ന് ചില വ്യാഖ്യാതാക്കൾ എന്നാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. തീരുമാനം എന്ന പദം അവിടെ ചെയ്യുന്നില്ല. തീരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിഷൻ, അല്ലെങ്കിൽ എന്താണ്? റെസൊല്യൂഷൻ, അല്ലെ? റെസൊല്യൂഷൻ, ഡിസിഷൻ, ഇതിനൊക്കെ നമ്മൾ തീരുമാനം എന്ന് പറയും. തീരുമാനം അതിന് അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കലല്ല, ബോധ്യപ്പെടലാണ്. ബോധ്യപ്പെടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെറ്റിംഗ് കൺവിൻസ്ഡ്, കൺവിക്ഷൻ ആണ്. അപ്പൊ അതാണ് എൻ്റെ ബോധ്യം. ആരാണ്? നിർവൃതമാനസനായ യോഗിയാണ് എനിക്ക് ഗുരു. അതാണ് എൻ്റെ ഉത്തമ ബോധ്യം എന്നാണ്. എങ്ങനെയാണ് ഈ ഏത് ബോധ്യമാണ് ഈ ഗുരുവിന് ഉണ്ടാവുന്നത്? തിര്യങ് നരദേവത മുതലായിട്ടുള്ളവയിലല്ല. തിര്യങ് നരദേവതാഭിഹി അഹമിതി അന്തഃ ഗൃഹ്യത. ഒന്നുകൊണ്ടാണ്, ഏതൊന്നിൻ്റെ സ്ഫൂർത്തി, സ്ഫുരണം, പ്രകാശനം, ഏതൊന്ന് പ്രകാശിക്കുന്നത് കൊണ്ടാണോ തിര്യക്കുകളും നരന്മാരും ദേവതകളും എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും. തിര്യക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്തുക്കളാണ്, അല്ലേ? തിരശ്ചീനമായി നടക്കുന്നവയാണ് തിര്യക്കുകൾ. തിരശ്ചീനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ, ഇങ്ങനെയല്ലേ നടക്കുന്നത്? ഒരു പശുവാണെങ്കിൽ ഇങ്ങനെയാണ് നിൽക്കുക, അല്ലേ? പശു ആയിക്കോട്ടെ, കാക്ക ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മനുഷ്യനല്ലാത്തതൊക്കെ എന്താണ് നിൽക്കുന്നത്? ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇങ്ങനെയല്ലേ? തിരശ്ചീനമായിട്ട്, അല്ലേ? കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പശു, അത് അവിടെ നിന്ന് തിരിഞ്ഞു നിന്നാൽ, അത് പുല്ല് തിന്നാൽ അത് ചാണകം ഇടുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. അത് ഹൊറിസോണ്ടലായിട്ടാണ്. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് അതിനാണ് തിര്യക്ക് എന്ന് പറയാം. അങ്ങനെ നടക്കുന്ന ജീവികളൊക്കെ തിര്യക്കുകൾ. അപ്പൊ ആരാണ്? പശു ആയിക്കൊള്ളട്ടെ, പട്ടി ആയിക്കൊള്ളട്ടെ, ഉറുമ്പായിക്കൊള്ളട്ടെ, എല്ലാം തിര്യക്കുകളാണ്. മനുഷ്യൻ നേരെ ഭൂമിക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് നടക്കുന്നത്, അല്ലെ? ലംബമായിട്ട്. അപ്പൊ ആ ലംബമായിട്ടുള്ള എന്താണ് പറയുക? അർവാക്ക് എന്നാണ്. എന്താണ് അങ്ങനെ അർവാക്ക് എന്ന് പറയുന്നത്? തിര്യക്ക് എന്ന് പറയുന്നത് തിരശ്ചീനമായിട്ട് ദഹന വ്യവസ്ഥയുള്ളത്. ദഹന വ്യവസ്ഥ തിരശ്ചീനമായിട്ടുള്ളത്. മനുഷ്യൻ എങ്ങനെയാണ്? നേരെ താഴേക്ക്, പിന്നിലേക്ക്, അല്ലെ? മുകളിൽ നിന്ന് താഴേക്കാണ് ഈ വ്യവസ്ഥ. അതുകൊണ്ട് തിര്യക്ക് എന്നുള്ളതിനെ വിപരീതമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു പദം തന്നെ അർവാക്ക് എന്നാണ്. അപ്പൊ അർവാക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യര് ഭൂമിക്ക് പെർപെൻഡിക്കുലറായിട്ട് ലംബമാനമായിട്ട് സഞ്ചരിക്കുന്നവർ എന്ന് അർത്ഥമാണ്. തിര്യക്കുകളായിക്കൊള്ളട്ടെ, മനുഷ്യരായിക്കൊള്ളട്ടെ, അർവാക്കുകളായിക്കൊള്ളട്ടെ, ഇനി അതിൽ തന്നെ ദേവതമാരോ ആരുമായിക്കൊള്ളട്ടെ, ഏത് ജീവിക്കും യാതൊന്നിൻ്റെ പരിസ്ഫുരണം കൊണ്ടാണോ ഉള്ളിൽ അഹം ഇതി അന്തഃ സ്ഫുടാഗൃഹ്യതേ, ഉള്ളിൽ ഞാൻ എന്ന് സ്പഷ്ടമായി ഗ്രഹിക്കുന്നത് ഏതൊരു പരിസ്ഫുരണം കൊണ്ടാണോ, അല്ലെ? ചൈതന്യം നമ്മളിൽ പരിസ്ഫുരിക്കുമ്പോഴാണ് ഞാൻ എന്ന ഭാവം ഉണ്ടാകുന്നത്, അല്ലെ? ആ ചൈതന്യം നമ്മൾ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താണ്? മൃതമാണ്. മൃതമായ ഒന്നിന്, ജീവനില്ലാത്ത ഒന്നിന് ഞാൻ എന്നുള്ള ബോധ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ എന്നുള്ള ബോധം മനുഷ്യരിലാണെങ്കിലും വൃക്ഷലതാദികളിലാണെങ്കിലും പശുപക്ഷി മുതലായവയിലാണെങ്കിൽ പോലും ഉണ്ടാക്കുന്നത് ഏതൊരു പരിസ്ഫുരണം കൊണ്ടാണോ, ആ പരിസ്ഫുരണം എന്താണ്? ഹൃദയാക്ഷദേഹവിഷയ ഭ്രാന്തി സ്വതോ അചേതന. ഇനി ഇത് ഭാസിക്കുന്നത് കൊണ്ട് എന്താണ്?
സ്വതഹ ഏവ, സ്വാഭാവികമായി തന്നെ അചേതനങ്ങളായിട്ടുള്ള ഹൃദയം. ഹൃദയം ശരിക്ക് ചൈതന്യമില്ലെങ്കിൽ അചേതനമാണ്. അക്ഷം, അക്ഷം എന്നുള്ളതിന് ഇന്ദ്രിയം എന്നർത്ഥം അല്ലേ. സാക്ഷി നമ്മൾ പറയാറില്ലേ, സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേരിട്ട് അനുഭവിച്ച ആളെയാണ് സാക്ഷി എന്ന് പറയാം. കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ, അത് ശരി, സാക്ഷിയാണ്. ഞാൻ കാതുകൊണ്ട് കേട്ടതാണെന്ന് പറഞ്ഞാലും സാക്ഷി തന്നെയാണ്. ഇന്ദ്രിയം കൊണ്ട് നേരിട്ട് അനുഭവിച്ചെന്ന അർത്ഥത്തിലാണ് നമ്മൾ സാക്ഷി എന്ന് പറയുന്നത്. അപ്പൊ അക്ഷം എന്നുള്ളത് അവിടെ ഇന്ദ്രിയം എന്ന അർത്ഥമാണ്. അപ്പോ എന്താണ്? ഹൃദയം, ഇന്ദ്രിയം, പിന്നെ എന്താണ്? ദേഹം, വിഷയങ്ങൾ, ഇതിലൊക്കെ എന്തുണ്ടാകുന്നു? ഇതൊക്കെ സചേതനങ്ങളായി നമുക്ക് തോന്നുന്നത് എന്താണ്? ഈ സ്ഫുരണത്തിന്റെ സദ്ഭാവം കൊണ്ടാണ്. അപ്പൊ എന്തായിത്തീർന്നു? ഏതൊരു സ്ഫുരണം കൊണ്ടാണോ, പരിസ്ഫൂർത്തി കൊണ്ടാണോ തിര്യക്കുകളിലും നരദേവതാദികളിലും ഞാൻ എന്ന ഭാവം ഉണ്ടാകുന്നത്, ഏതൊരു പരിസ്ഫുരണം ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മുടെ ഹൃദയം എന്താണ്? ചൈതന്യവത്തെന്ന് തോന്നുന്നത്, നമ്മുടെ ദേഹം ചൈതന്യവത്തെന്ന് തോന്നുന്നത്. അഥവാ അചേതനമായ പലതും നമ്മൾ ചേതനങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നതിന് കാരണമായി സ്ഫുരിക്കുന്ന ആ പരിസ്ഫുരണം ഏതൊന്നാണോ താം അതെന്ത് ചെയ്യുന്നു? അതാണ് ശരിക്കും, ആ പരിസ്ഫുരണമാണ് ശരിക്കും സത്യം. പക്ഷെ അത് എന്ത് ചെയ്യുന്നു? സൂര്യൻ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു. സൂര്യൻ പ്രകാശിപ്പിക്കുന്ന മേഘാദികൾ തന്നെ സൂര്യനെ മറയ്ക്കുകയും ചെയ്യും അല്ലെ. സൂര്യൻ മേഘത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട്, പക്ഷെ മേഘമണ്ഡലം പോയിട്ട് എന്ത് ചെയ്യുന്നു? സൂര്യനെ മറയ്ക്കും. ഇതുപോലെ നമ്മളിൽ നമ്മളെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യം, ആ ചൈതന്യത്തെ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ദേഹങ്ങളും ഒക്കെ അതിനെ മറയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് വിചാരിക്കുന്നു? സത്യമായിട്ടുള്ളത് എൻ്റെ ഈ ദേഹം തന്നെയാണെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഹൃദയമാണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ്? ഹൃദയത്തെയും ദേഹത്തെയും ഭാസിപ്പിക്കുന്നത് ഈ പരിസ്ഫുരണമാണ്. പക്ഷെ ആ പരിസ്ഫൂർത്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ, ഈ ദേഹാദികൾ അതിനെ മറയ്ക്കുന്നു. അപ്പൊ ഏതൊരു ചൈതന്യമാണോ ദേഹേന്ദ്രിയാദികളെ ചൈതന്യവത്താക്കുന്നത്, അവ തന്നെ ഏത് ചൈതന്യത്തെ മറയ്ക്കുന്നുവോ ആ ചൈതന്യം താം ഭാസ്യൈഹി പിഹിത അർക്കമണ്ഡല നിഭാം, ഭാസിക്കപ്പെടുന്ന വസ്തുക്കളെ കൊണ്ട് തന്നെ മറയ്ക്കപ്പെട്ട സൂര്യമണ്ഡലത്തെ പോലെയാണ് ആ ചൈതന്യം. ആ ചൈതന്യം നമ്മുടെ ഹൃദയാദികളെയൊക്കെ എന്ത് ചെയ്യുന്നു? ചൈതന്യവത്താക്കുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് അതൊന്നുമല്ല, ഈ നമ്മളെ ചൈതന്യവത്താക്കുന്ന ആ പരമസത്യമല്ല, നമ്മൾ തന്നെയാണ് സത്യമെന്ന് നമ്മളങ്ങ് വിശ്വസിച്ച് പോകുന്നു. അപ്പൊ എന്തായിത്തീരുന്നു? നമ്മളെ ചൈതന്യവത്താക്കുന്ന ചൈതന്യത്തെ നമ്മൾ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്തുപോലെ? മേഘത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യമണ്ഡലത്തെ തന്നെ മേഘം മറയ്ക്കുന്നത് പോലെ, അതുപോലെയാണ് ഈ ചൈതന്യം എന്തായിരിക്കുന്നത്? മറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഭാസ്യൈഹി വിഹിത അർക്കമണ്ഡല നിഭാം, ഭാസ്യങ്ങളായ വസ്തുക്കളെ കൊണ്ട് മറയ്ക്കപ്പെട്ട സൂര്യമണ്ഡലത്തെ പോലെ വർത്തിക്കുന്നതായ സ്ഫൂർത്തിം സദാഭാവയൻ, ആ സ്ഫുരണത്തെ, ആ പരമാത്മ ചൈതന്യത്തെ, ആ സ്ഫുരണത്തെ സദാഭാവയൻ, എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട് നിർവൃതമാനസഹ യോഗി, നിർവൃതമാനസനായിരിക്കുന്ന യോഗിയാണ് ഏഷ ഗുരുഹു ഇതി ഏഷ മമ മതിഹി. ആ യോഗിയാണ് എൻ്റെ ഗുരു എന്നാണ് എൻ്റെ ബുദ്ധി, എൻ്റെ ഉത്തമമായ ബോധ്യം. അപ്പൊ ആ ഗുരു എന്താണ്? ആ ഗുരു സദാ പരമാത്മ ചൈതന്യത്തെ ധ്യാനിച്ചുകൊണ്ട് നിർവൃതമാനസനായിരിക്കും. നിർവൃതൻ, നിർവൃതൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിർവൃതി എന്നുള്ള പദം ഒരു ഏതിന്റെ വിപരീത പദമാണ്? നിർവൃതിയുടെ വിപരീത പദം ഏതാണ്? ആവൃതി. ആവൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവരണം. ആവരണം നീങ്ങുന്നതാണ് നിർവൃതി. നമ്മളെപ്പോഴും പറയാറുണ്ട് നിർവൃതിയായി എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ചെറിയ സന്തോഷം ഉണ്ടായാലും നിർവൃതിയായി എന്ന് പറയും. അതെന്താണ്? അത് ഉപലക്ഷണമായിട്ട് പറയുന്നതാണ്. നിർവൃതി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ
മാനുഷികമായിട്ടുള്ള പരിമിതികളിൽ നിന്ന് നമ്മൾ പരിമിതികളുടെ ആവരണം വിട്ടുമാറി പരമാത്മ ചൈതന്യത്തെ നമ്മൾ അനുഭവിക്കുന്നതാണ് ശരിയായ നിർവൃതി. ആ ബ്രഹ്മാസ്വാദം കൊണ്ടുണ്ടാകുന്ന ആനന്ദത്തെയാണ് ശരിക്കും എന്ത് പറയുന്നത്, നിർവൃതി എന്ന് പറയുന്നത്. അല്ലാതെ ചെറിയ ഒരു സന്തോഷം ഉണ്ടായി, ഓ നിർവൃതിയായി എന്നൊക്കെ പറയും ചിലപ്പോ. അതല്ല വാസ്തവത്തിൽ നിർവൃതി. നിർവൃതമാനസനാണ് എന്ന് പറഞ്ഞാൽ സാക്ഷാത് ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടായിരിക്കുന്നവനായ. എങ്ങനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടായിരിക്കുന്നത്? ഈ സർവ ചരാചരങ്ങളിലും ചൈതന്യമായി പ്രകാശിച്ചുകൊണ്ട് അവയെ ചൈതന്യവത്താക്കി എടുത്തു കാണിക്കുന്ന ആ പരമമായ ചൈതന്യത്തെ ധ്യാനിച്ചുകൊണ്ട് അതിനെ സാക്ഷാത്കരിക്കാൻ യോഗ്യത കൈവന്നിരിക്കുന്ന ആളാണ് എനിക്ക് ഗുരു. ഇത് ഏഷാ മനീഷാ മമ എന്നതാണ് എൻ്റെ ബുദ്ധി, എൻ്റെ ഉത്തമമായ ബോധ്യം എന്നർത്ഥം. ഒന്നും കൂടെ വായിക്കാമത്. യാതിര്യൻ നരദേവതാഭിരഹമിത്യന്തസ്ഫുടാഗൃഹ്യതേ യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാ ഭാന്തി സ്വതോ അചേതനാഃ താം ഭാസ്യൈഃ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗി നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷാ മനീഷാ മമ. അതാണ് എൻ്റെ ബുദ്ധി. അപ്പൊ ആ ബുദ്ധി അതെന്തുപോലെയാണ്? കഠോപനിഷത്തിൽ പറയുന്നത് പോലെ അഗ്നി, ഒരേ ഒരു അഗ്നി ഭുവനത്തിലേക്ക് വന്ന് വിവിധങ്ങളായ അഗ്നികളായി പ്രകാശിക്കുന്നത് പോലെ. നമ്മൾ സാധാരണ പറയാറുണ്ട് ദക്ഷിണാഗ്നി, ഗാർഹപത്യാഗ്നി, ആഹവനീയാഗ്നി. അഗ്നി ത്രയം എന്ന് പറയുമ്പോൾ അഗ്നി പഞ്ച അഗ്നി എന്ന് പറയുമ്പോൾ ദക്ഷിണാഗ്നി, ഗാർഹപത്യാഗ്നി, ആഹവനീയാഗ്നി, സഭ്യാഗ്നി, ആവസഥാഗ്നി. അങ്ങനെ നമ്മൾ 5 അഗ്നികളെ പറയാറുണ്ട്. പിന്നെയും നമ്മൾ അഗ്നികളെ പറയാറുണ്ട്. ജഠരത്തിനുള്ള അഗ്നി, ജഠരാഗ്നി അല്ലേ? അതുപോലെ ഔർവാഗ്നി, വടവാഗ്നി എന്ന് പറയുന്നത് സമുദ്രത്തിലുള്ള അഗ്നി, വിടവാഗ്നി. നമ്മൾ പല 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 അഗ്നികളെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ പാർവതിയൊക്കെ തപസ് ചെയ്ത പഞ്ചാഗ്നി മധ്യത്തിൽ ആ 5 അഗ്നി അതാണ്. 4 പാടും സംഭൃതമായ അഗ്നി, ഇന്ധനങ്ങൾ കൊണ്ട് വളർത്തിയ അഗ്നി, മുകളിൽ സൂര്യൻ ആകുന്ന അഗ്നി, അങ്ങനെ 5 അഗ്നി. പിന്നെ ഉപനിഷത്തിൽ പറയുന്ന 5 അഗ്നികളുണ്ട്. അതേതാണ്? അത് ദ്യോവ് ആകാശം, പർജന്യൻ വൃഷ്ടി, ഭൂമി, പുരുഷൻ, സ്ത്രീ. ഇതും 5 അഗ്നികളാണ്. എന്തിനുള്ള അഗ്നികളാണ്? ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകമായിട്ടുള്ള അഗ്നിയാണ്. ഏതെല്ലാം തരത്തിൽ ഇരിക്കുന്നു അഗ്നി എന്ന് നോക്കുക. എന്നാൽ അഗ്നി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഒരേ ഒരു അഗ്നി പ്രപഞ്ചത്തിൽ നാനാഭാഗങ്ങളായി നാനാരൂപങ്ങളിൽ പരിരസിക്കുന്നത് പോലെയാണ് ഈ പരമാത്മ ചൈതന്യവും എല്ലാം. അതെന്താണ്? പൂവിലും പുഴുവിലും മനുഷ്യരിലും തിജക്കുകളിലും എല്ലാം അത് ചൈതന്യമായിട്ട് ഭാസിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ഈ ചൈതന്യത്തെ ശരിയായി ബോധിച്ച് അതുമായി നിർവൃതി, എന്താണ്, യാതൊരു തടസ്സവുമില്ലാതെ അതിനെ അനുഭവിക്കുവാൻ യോഗ്യനായിരിക്കുന്ന ഗുരു. ആ വ്യക്തി, അദ്ദേഹം എവിടെ ജനിച്ചു, എന്തായി ജീവിക്കുന്നു, ഇതൊന്നും ആർക്കും നോക്കേണ്ട ആവശ്യമില്ല. അത് അദ്ദേഹം എനിക്ക് ഗുരുവാണ് എന്ന അർത്ഥം. ഇനി 5-മത്തത്, യത് സൗഖ്യാംബുധിലേശലേശദയിമേ ശക്രാദയോ നിർവൃതാഃ യച്ചിത്തേ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വാ മുനിർനിർവൃതഃ യസ്മിൻ നിത്യസുഖംബുധൗ ഇളിദധീഃ ബ്രഹ്മൈവ ന ബ്രഹ്മവിദ് യക്കശ്ചിത് സുരേന്ദ്രവന്ദിതവദോ നൂനം മനീഷാ മമ. യത് സൗഖ്യാംബുധിലേശലേശതഃ ഇമേ ശക്രാദയഃ നിർവൃതാഃ. യാതൊരു സൗഖ്യത്തിന്റെ, സൗഖ്യ അംബുധിയുടെ, അംബുധി സമുദ്രം, സൗഖ്യാംബുധി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിരുകളില്ലാത്ത സൗഖ്യം, സമുദ്രം പോലെ പരന്നു കിടക്കുന്ന സൗഖ്യം എന്നർത്ഥം. സൗഖ്യമാകുന്ന അംബുധിയുടെ, ഈ അംബുധിയെ മുഴുവനായിട്ട് സാക്ഷാത്കരിക്കുന്നുണ്ട്. അതിന്റെ ലേശലേശത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ലേശത്തിലും ലേശം,
അതിസൂക്ഷ്മമായ അതിൻ്റെ ഒരംശം. സൗഖ്യാംബുതി, ബ്രഹ്മ സാക്ഷാത്കാരം കൊണ്ടുണ്ടാകുന്ന ബ്രഹ്മാനന്ദമാകുന്ന സമുദ്രത്തിന്റെ ഒരു നേരിയ ഒരംശം. ലേശലേശത, ലേശലേശം കിട്ടിയാൽ പോലും ശക്രാദയ നിർവൃതാഹ, ശക്രാദികളായ ശക്രം ദേവേന്ദ്രൻ, ശക്രാദികളായ ദേവന്മാർ ആ ചെറിയൊരംശത്തെ സാക്ഷാത്കരിക്കുമ്പോൾ തന്നെ അവരെല്ലാം എന്തായിത്തീരുന്നു? അവരെല്ലാവരും നിർവൃതരായിത്തീരുന്നു. വലിയ നിർവൃതി അവർ അനുഭവിക്കുന്നു. യച്ചിത്തേ, യാതൊന്നാണോ ചിത്തത്തിൽ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വാ മുനിർ നിർവൃത. ഇനി ഏതൊരു ആനന്ദത്തെയാണോ ചിത്തത്തിൽ, മനസ്സിൽ, നിതരാം, എങ്ങനെയുള്ള മനസ്സിൽ? എല്ലാ മനസ്സിലും അതിന്റെ പ്രതിഭാനം ഉണ്ടാവില്ല. പ്രശാന്തകലനെ, പ്രശാന്തമായ കലനത്തോടു കൂടിയ മനസ്സ്. പലതിനെയും നമ്മൾ സങ്കലനം ചെയ്യുന്നു, പല വിധത്തിലായി പലതിനെയും നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് മനസ്സിൽ കൊണ്ടു നടത്തും. ആ സങ്കല്പങ്ങളെ മാറിയ മനസ്സ്, കാലുഷ്യങ്ങളകന്ന മനസ്സിൽ യാതൊന്നിനെ സാക്ഷാത്കരിച്ചിട്ടാണ് ലബ്ധ്വാ, യാതൊരു ബ്രഹ്മാനന്ദ സമുദ്രത്തിന്റെ ഒരു കണികയെ സങ്കല്പങ്ങളകന്ന, വിഭിന്നങ്ങളായ സങ്കല്പങ്ങൾ അകന്ന മനസ്സിൽ സാക്ഷാത്കരിക്കുന്നതിലൂടെ മുനിഹി നിർവൃത, മുനി നിർവൃതനായിത്തീരും. അപ്പൊ ഇന്ദ്രാദികളായ ദേവന്മാർ അതിൻ്റെ ചെറിയൊരംശം കൊണ്ട് അവർ നിർവൃതി അനുഭവിക്കുന്നവരായിത്തീരും. അതുപോലെ തന്നെ മുനിയും ആ ആനന്ദസാഗരത്തിന്റെ ചെറിയൊരു അംശത്തെ സാക്ഷാത്കരിക്കാൻ പറ്റിയാൽ അദ്ദേഹവും നിർവൃതിയുള്ളവനായി നിർവൃതനായി തീരുന്നു. ഇനി യസ്മിൻ നിത്യസുഖാംബുധൗ ഗളിതധീഹി ബ്രഹ്മൈവ ന ബ്രഹ്മവിത്. ഇനി യസ്മിൻ നിത്യസുഖാംബുധൗ, യാതൊരു നിത്യസുഖാംബുധിയാണ്, നിത്യമായ അവിനാശിയായ സുഖമാകുന്ന അംബുധിയിൽ, അംബുധി സമുദ്രം, ആ സുഖാംബുധിയിൽ, ഗളിതധീഹി, ഗളിതധി എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി ഇല്ലാതെ. എന്താണ് ബുദ്ധി ഇല്ലാതെ ആവുമെന്ന് പറഞ്ഞാൽ? താൻ എന്ന ആ വ്യതിരിക്ത ബുദ്ധി ഇല്ലാതെയാകുക, ഞാൻ അതിൽ നിന്ന് ഭിന്നനാണ് എന്നുള്ള ബുദ്ധി ഇല്ലാതെയായിത്തീരുക. പറഞ്ഞാൽ അത് താൻ തന്നെയാണ്, താൻ അഹം വ്യതിരിക്ത, ഞാൻ അതിൽ നിന്ന് വ്യതിരിക്തനല്ല എന്നുള്ളതായ ബോധ്യം ഉണ്ടാകുന്ന ആൾ, അതാണ് ഗളിതധീഹി. അഹം അസ്മാത് ഭിന്നഃ ഇതി ബുദ്ധി, ഞാൻ ഇതിൽ നിന്ന് ഭിന്നനാണ് എന്നുള്ള ബുദ്ധി ഇല്ലാതെയായിത്തീർന്നു. അതുമായി താദാത്മ്യം പ്രാപിക്കുന്നവനായ ആൾ ആരായിത്തീർന്നു? ബ്രഹ്മൈവ ന ബ്രഹ്മവിത്ത്. അങ്ങനെയുള്ള ആൾ ആരാണ്? ബ്രഹ്മ ഏവ, അദ്ദേഹം ബ്രഹ്മം തന്നെയാണ്. എന്തല്ല? ന ബ്രഹ്മവിത്ത്, ബ്രഹ്മവിത്തല്ല. ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ എന്നാണ്. പക്ഷെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിയുന്നവൻ ആരാണ്? ബ്രഹ്മം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെ പിന്നെ എന്ത് പറയാൻ പറ്റില്ല? ബ്രഹ്മവിത്ത് എന്നുള്ള വ്യവഹാരം അവിടെ തീർന്നു. അതോടെ പിന്നെ എന്ത് പറയാൻ പറ്റില്ല? ബ്രഹ്മവിത്ത് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ അനുഭവം ഉണ്ടാകുന്ന ആൾ ബ്രഹ്മവിത്ത് ന ബ്രഹ്മ ഏവ, അദ്ദേഹം ബ്രഹ്മവിത്തല്ല, ബ്രഹ്മം തന്നെ എന്നാണ് പറയുന്നത്. ബ്രഹ്മം തന്നെ ആണ് പറയുന്നതെന്നല്ല, ബ്രഹ്മം തന്നെ ആണ്. പിന്നെ അദ്ദേഹത്തെ എന്ത് പറയാൻ പറ്റില്ല? ബ്രഹ്മവിത്ത് എന്ന് പറയാൻ ബ്രഹ്മം തന്നെയാണ്. ആ അവസ്ഥയിലായിട്ടുള്ള ആളുകൾ അല്ലേ, അവർ പിന്നെയും ചിലപ്പോൾ എന്ത് ചെയ്യും? ലോകത്തിൽ ജീവിക്കും അവര്, അല്ലേ? നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബ്രഹ്മജ്ഞാനം കിട്ടിയവരും എന്താകുന്നു? അവരെയാണ് നമ്മൾ എന്ത് പറയുക? അവരാണ് ജീവിച്ചിരിക്കെ തന്നെ ജീവൻ മുക്തർ എന്ന് പറയുന്നത്. ജീവത് മുക്ത, ജീവിച്ചിരിക്കുന്ന മുക്തൻ. അപ്പൊ എന്തുകൊണ്ടാണ് അവരെ ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടായാൽ ഉടനെ തന്നെ അവരുടെ ജന്മം തീരാത്തത്? അവിടെയാണ് അതിന് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. എന്തുപോലെയാണ്? ഒരു വില്ലാളി വീരൻ തൊടുത്തുവിട്ട ഒരസ്ത്രം അതെന്ത് ചെയ്യും? അത് ലക്ഷ്യത്തെ ഭേദിച്ചാൽ അവിടെ തന്നെ വീഴില്ല. പിന്നെ എന്ത് ചെയ്യും? അതിന്റെ ശക്തി തീരുന്നത് വരെ അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് ആ ജീവൻ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ജീവൻ? അതിലൂടെ അനുഭവിക്കുകയാണ്. എന്താണ്? പ്രാരബ്ധങ്ങൾ. പ്രാരബ്ധം, പ്രാരാബ്ധം അല്ല, പ്രാരബ്ധം. ആരബ്ധം, ആരംഭിച്ചത്.
പ്രാരംഭിച്ചത്. അതായത് മുജ്ജന്മ കൃത്യങ്ങളുടെ ഫലങ്ങൾ ഫലിക്കാൻ തുടങ്ങിയതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രകർഷേണ ആരബ്ധം, പ്രാരബ്ധം എന്ന് പറയുക. ആ പ്രാരബ്ധമായത് അനുഭവിച്ച് തീരുന്നത് വരെയും എന്തുണ്ടാകും, ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ടും ഫലിക്കാനുള്ളതുണ്ടാവും. പക്ഷെ ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രാരബ്ധം മാത്രമേ അനുഭവിക്കേണ്ടി വരുള്ളൂ. ബാക്കിയുള്ളതൊന്നും പിന്നെ അനുഭവിക്കേണ്ടതായി വരുന്നില്ല എന്നാണ്. എന്താണ് കാരണം? എന്താണ്? യഥൈധാംസി സമിദ്ധോഗ്നിഹി ഭസ്മസാത് കുരുതേ അർജുന, ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ. എങ്ങനെയാണോ അഗ്നി, എന്താണ് അഗ്നി വിറകിന്റെ വലിയ സഞ്ചയത്തെ തന്നെ, കൂമ്പാരത്തെ തന്നെ ഭസ്മമാക്കി കളയുന്നത് പോലെ ജ്ഞാനാഗ്നി എല്ലാ കർമ്മങ്ങളെയും എന്ത് ചെയ്യുന്നു, ഭസ്മസാത്കരിക്കുന്നു. അപ്പൊ പിന്നെ ഫലിച്ചിട്ടില്ലാത്ത കർമ്മങ്ങളും പിന്നീട് ഫലിക്കുന്നില്ല എന്നാണ്. അപ്പോ ജ്ഞാനിയാകുന്ന സമയത്ത് ഏതൊരു കർമ്മത്തെ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നുവോ, പ്രാരബ്ധമായിരിക്കുന്നുവോ, അത് തീരുന്നത് വരെയാണ് പിന്നെ ആൾ ജീവിക്കുന്നത്. അത് കഴിഞ്ഞാൽ എന്തുണ്ടാകും? ദേഹപാതം ഉണ്ടാകും. ആണ് ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തത്? ശ്രീരാമചന്ദ്രന് ലക്ഷ്മണനെ വരെ പരിത്യജിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, അപരിത്യാജ്യമായി യാതൊന്നും തന്നെയില്ല. സീതാദേവിയെ പരിത്യജിച്ചു, ലക്ഷ്മണനെ വരെ പരിത്യജിച്ചു. പിന്നെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഒന്നുമില്ല, അദ്ദേഹം പൂർണ്ണമായും മുക്തനായി കഴിഞ്ഞു. പിന്നെ ആ ശരീരത്തിന് എന്ത് വേണ്ടു? അത് ശരീരം പതിക്കുകയേ വേണ്ടു. ആ ശരീരത്തെ ത്യജിക്കുകയാണ്. പിന്നെ അതാണ് സരയൂ നദിയിലേക്ക് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയി സരയൂ നദിയിൽ പ്രാണനെ, ശരീരത്തെ ത്യജിച്ചുകൊണ്ട് എന്താണ് മുക്തനായി തീരുകയാണ് ശ്രീരാമചന്ദ്രൻ ചെയ്യുന്നത്. അതെന്തല്ല, പലരും പറയുന്നുണ്ട്, വിമർശിക്കുന്നവർ പറയാറുണ്ട് ശ്രീരാമചന്ദ്രൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ അല്ല അത്. അദ്ദേഹത്തിന്റെ എന്ത് വന്നു? എല്ലാം ഫലിച്ചു കഴിഞ്ഞു. നീ യാതൊന്നും അദ്ദേഹത്തിന് അവശേഷിക്കുന്നില്ല. അപ്പോ അത് യോഗിയാണ് ശരിക്ക്. എന്താണ്? പരമാത്മാവിൽ ജീവാത്മാവിനെ ലയിപ്പിക്കുക മാത്രമാണ്. അപ്പൊ ശരീരത്തെ ത്യജിക്കണം. അതെന്ത് ചെയ്തു? സരയൂ നദിയിൽ അങ്ങ് ത്യജിച്ചു. അദ്ദേഹം മുക്തനായി തീരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ദധീചി മഹർഷിയും, അല്ലെ? ദധീചി മഹർഷി ഇങ്ങനെ ജ്ഞാനിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് ദേവേന്ദ്രന് വൃത്രാസുരനെ കൊല്ലാൻ എന്തിന്റെ ആവശ്യം വരുന്നത്? വജ്രായുധത്തിന്റെ ആവശ്യം വരുന്നത്. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്? അസ്ഥി കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അതാരുടെ അസ്ഥിയാണ് കിട്ടുക? അത് അറിഞ്ഞ ഉടനെ തന്നെ ദധീചി മഹർഷി എന്ത് ചെയ്തു? അദ്ദേഹം ഇങ്ങനെ മുക്തനായിരിക്കുന്ന ആളാണ്. അദ്ദേഹം യോഗബലത്തിലൂടെ പ്രാണനെ ത്യജിച്ചുകൊണ്ട് ദേവേന്ദ്രന് ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ അസ്ഥികൾ നൽകി. ദധൗ ദധീചിരസ്ഥീനി കിം അതേയം മഹാത്മൻ. മഹാത്മാക്കൾക്ക് എന്താണ് ദാനം ചെയ്യാൻ പറ്റാതിരിക്കുന്നത്? അപ്പൊ ഈ വിധത്തിലാണ് ഇങ്ങനെ ഒരാൾക്ക് ഈ ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ എന്താണ്? ബ്രഹ്മൈവ ബ്രഹ്മവിത്ത്. അദ്ദേഹം തന്നെ ബ്രഹ്മവിത്തല്ല, ബ്രഹ്മം തന്നെയാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്ന് പറയും ജീവത് മുക്ത. അതാണ് ജീവൻ മുക്ത എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ വിധത്തിൽ അദ്ദേഹം പിന്നെ ആരാണ്? ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിൽ പിന്നെ എന്താണ്? അതിൽ പിന്നെ ചണ്ഡാലൻ അല്ലെങ്കിൽ ക്ഷത്രിയൻ, ബ്രാഹ്മണൻ ഇങ്ങനെയുള്ള ഭേദമുണ്ടോ? യാതൊരു ഭേദവും ഇല്ല. അങ്ങനെയുള്ള ആൾ തനിക്ക് ഗുരുവാണ് എന്ന് ശങ്കര ഭഗവത്പാദർ സ്ഥാപിക്കുകയാണ് ചെയ്തത്. യത് സൗഖ്യംബുധിലേശലേശദൈമേ ശക്രാദയോ നിർവൃതാഹ യച്ചിത്തേ നിതരാം പ്രശാന്തകലനേ ലബ്ധ്വാ മുനിർനിർവൃതഃ യസ്മിൻ നിത്യസുഖംബുധൗ എളിതധീർബ്രഹ്മൈവ ന ബ്രഹ്മവിത് യക്കശ്ചിത് സ സുരേന്ദ്രവന്ദിതപദോ നൂനം മനീഷാ മമ. അങ്ങനെയുള്ള വ്യക്തിയെ സുരേന്ദ്രൻ, ദേവേന്ദ്രൻ തന്നെ അദ്ദേഹത്തിന്റെ പാദത്തിൽ പോയി നമസ്കരിക്കും. കാരണം എന്താണ്? അത് ബ്രഹ്മം തന്നെയാണ്, മനുഷ്യനല്ല. ബ്രഹ്മം മറ്റൊന്നുമല്ല, ഒരു വ്യക്തിയുമല്ല, ബ്രഹ്മമാണ്. അതുകൊണ്ട് ദേവേന്ദ്രൻ പോലും അദ്ദേഹത്തിന്റെ പാദത്തിൽ നമസ്കരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുന്നത്. നമസ്കാരം.